ഹായ് ഓൾ. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരാൾ എന്നോട് ചോദിച്ചതാണ്, ഹൗ ഡു ഐ മാനേജ് ആൻ ഓൺലൈൻ ഡിഗ്രി? ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ പുറത്ത് പോകുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ലൈഫ് ഇല്ലാത്തതുകൊണ്ട് വിഷമാവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആൻസറിങ് ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന പോലെ ഞാൻ അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ഡിഗ്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. അതിൽ റെക്കോർഡഡ് ആയിട്ട് ലെക്ചേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലൊരു അക്കാഡമിക് കലണ്ടർ ഉണ്ട്. അതിൽ ഡെഡ് ലൈൻസ്, അസൈൻമെൻറ്റ്, സബ്മിഷൻ ഡേറ്റ്, എക്സാം ഡേറ്റ്സ് അതൊക്കെ അതിൽ മെൻഷൻഡ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ഓരോന്നും കംപ്ലീറ്റ് ആക്കി പോയാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ACCA ചെയ്യുന്നുണ്ട്. ACCA പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പേപ്പറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് പഠിക്കുകയെന്ന് പറഞ്ഞുതരാം. ACCA തിയറി ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം തിയറി ഇങ്ങനെ വായിക്കും. കാൽക്കുലേഷൻസ് ആണെങ്കിൽ ഞാൻ വായിച്ചിട്ടാണ് ചെയ്യുക. വായിച്ചിട്ട് എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് സംസാരിച്ചിട്ടാണ് ചെയ്യുക. ചിലവരിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമല്ലോ, അതുപോലെ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വായിച്ച് മടുക്കുമ്പോൾ എന്ത് ചെയ്യും, ലെക്ചേഴ്സ് കാണും. അതായത് ACCയുടെ റിവിഷൻ ക്ലാസ്സസോ അല്ലെങ്കിൽ BComൻ്റെ ക്ലാസ്സസോ എന്താണ് എനിക്ക് അപ്പോൾ തോന്നുന്നത് അത് കാണും. അങ്ങനെയാണ് ഇപ്പം എൻ്റെ പഠിക്കേണ്ട ഒരു രീതി. അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യും. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓൺലൈനായിട്ട് പഠിക്കുന്നതിൻ്റെ, അതായത് വീട്ടിലിരുന്ന് പഠിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ അതുപോലെ എടുക്കുക കേട്ടോ. ഇതിൽ എതിരഭിപ്രായമായിട്ട് വരുന്നവരോടാണ് പറയുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് അഡ്വാൻറ്റേജസ് ആണ്. എല്ലാത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ചില ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ നിന്ന് ഓഫ്ലൈൻ ആക്കാനുള്ളൊരു ചോയ്സ് ഉണ്ടാവും. ഐ മീൻ കോളേജിൽ പോയി പഠിക്കാനുള്ളൊരു ചോയ്സ് ഉണ്ടാവും. ബട്ട് ചില ആൾക്കാർക്ക് അത് ഉണ്ടാവില്ല. ഓൺലൈൻ, അതായത് വീട്ടിലിരുന്ന് തന്നെ പഠിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ഉള്ളവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇത് ഞാൻ മുന്നേ പറയാൻ വിട്ടുപോയി, അതാണ് കേട്ടോ ഇടയ്ക്ക് വെച്ച് പറഞ്ഞത്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ അവർ ചോദിച്ചത് കോളേജ് ലൈഫ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടോയെന്നാണ്. ഇതൊക്കെ ഒരു ചോദ്യമാണോ? എന്ത് വിഷമമില്ലായ? വിഷമമുണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. നല്ല വിഷമം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. ബിക്കോസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൽ നിന്നും തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യം നടന്നു. അപ്പോൾ എന്താ വിഷമമില്ലായ? ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു ബിക്കോസ് യു നോ ഹൗ ഇറ്റ് ഫീൽസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സ്പെക്റ്റേഷൻസ് നടന്നില്ലെങ്കിൽ നമുക്ക് നല്ല വിഷമാവില്ലേ? അതുപോലെ വിഷമമുണ്ടായി. പിന്നെ അതെന്താ, അതിൽ അഡാപ്റ്റ് ചെയ്ത് വന്നു. ഞാനത് ചൂസ് ചെയ്തതല്ലേ. പിന്നെ അതിലൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അതെങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫ്രണ്ട്സിൻ്റെ സ്റ്റോറി, പിന്നെന്താ വാട്സപ്പ് സ്റ്റാറ്റസ്, വോട്ടെവർ, അതിലൊക്കെ നമ്മൾ കാണുകയാണ്. അതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു ഉള്ളിലൊരു മിസ്സിങ് ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ഇൻവോൾവ് ആവും. നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുക. അല്ലാതെ എൻജോയ്മെൻറ്റ് അവിടെ പോയില്ല ഇവിടെ പോയില്ല എന്ന് പിന്നെ നമ്മൾ ചിന്തിക്കില്ല. വെൻ വി ആർ ബിസി വിത്ത് സംതിങ്, വെൻ വി ആർ ഫോക്കസ്ഡ് ഓൺ ടു സംതിങ്, നമ്മൾ ഇത്തരം ഡിസ്ട്രാക്ഷൻസ് കൂടുതൽ ടൈം നമ്മൾ ചിന്തിക്കില്ല. നിങ്ങൾക്കിപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ചിന്തിക്കാൻ കൂടുതൽ ടൈം ഉള്ളതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് നിങ്ങൾ ബിസി ആയിരിക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ഇതൊന്നും വരില്ല. അവർ ഫ്രണ്ട്സ് എന്താ വെച്ചാൽ കാണിച്ചോട്ടെ എന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അവർക്ക് ആർക്കും ഞാൻ മെസ്സേജ് അയക്കാൻ പോകാറില്ല. എനിക്ക് മെസ്സേജ് അയക്കാറില്ല. ബട്ട് വെൻ വി സീ ഈച്ച് അതർ, നമ്മൾ ആ പഴയ ഫ്രണ്ട്സ് തന്നെയാണ്. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദേ ഡോണ്ട് ഈവൻ കെയർ ഇഫ് ഐ ടെക്സ്റ്റഡ് ദം, നോട്ട് ടെക്സ്റ്റഡ് ദം, വിളിച്ചില്ലേ, അതൊന്നും അവർ കെയർ ആക്കുക പോലും ഇല്ല. ദേ ആർ ബിസി, ഞാനും ബിസി. പക്ഷെ നമ്മൾ കണ്ടല്ലോ, അത് വേറൊരു വൈബ് തന്നെയാണ്. അങ്ങനെയാണ് എൻ്റെ കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർക്ക് എന്താ മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഒരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരും ബിസിയാണ്, അവർക്ക് ഗോൾസ് ഉണ്ട്. അപ്പം എന്താ, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഫറെൻറ്റ് പ്ലേസസിലാണെന്ന് മാത്രം. ഞാനിപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്നത് പറഞ്ഞു. ഞാൻ പറയുകയാണ് നിങ്ങളോട്, ദാറ്റ്സ് ദ ബെസ്റ്റ് ടൈം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ് വീട്ടിലിരിക്കുന്ന സമയം എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് അവിടെ കുറച്ച് പേരാണ് ജഡ്ജ് ചെയ്യാനുള്ളൂ.
ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നേരെ കോളേജിൽ പോവാന്ന് വിചാരിച്ചു. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെന്നും വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങുക എന്നല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല. മനസ്സിലായി. പക്ഷെ വീട്ടിലാണെങ്കിൽ നമുക്ക് സെൽഫ് അനലൈസ് ചെയ്യാൻ ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള ഒരു ടൈം അവിടെ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആലോചിക്കുക. അതിനെ പറ്റിയിട്ട് ആലോചിക്കുക. നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുക. അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഇത്തരം ഡിസ്ട്രാക്ഷൻസിൽ നിന്നും വിട്ടുപോരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നല്ല ഭക്ഷണം, വാട്ടർ ഇതൊക്കെ കിട്ടുമല്ലോ. കൈൻഡ് ഓഫ് കംഫർട്ട് സോണിലായിരിക്കും നമ്മൾ. അപ്പം നിങ്ങൾ വിചാരിക്കും കംഫർട്ട് സോൺ അല്ലേ, അപ്പം നമ്മൾ ലോ ആയി പോവല്ലേ ചെയ്യാന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. വാട്ട് വി ഡു സിറ്റിംഗ് ഇൻ ദ കംഫർട്ട് സോൺ മാറ്റേഴ്സ്. ഏത് സോൺ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു അതിലാണ് കാര്യം. മനസ്സിലായോ? ഡോണ്ട് ബ്ലെയിം ദ സ്പേസ് യു ആർ സിറ്റിംഗ്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അത് ഞാൻ സമ്മതിച്ചു തരാം. എനിക്ക് നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ വൈസായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 150 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ ഓടി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു സിനിമ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സിനിമ പോയി ക്ലിക്ക് ചെയ്യാൻ ആ ഒരു ത്വര വരുമ്പോൾ വേണ്ടാന്ന് പറയാൻ ഒരു കൺട്രോൾ അത് നമ്മുടെ കയ്യിൽ മാത്രമാണ്, അല്ലാതെ ബാക്കിയുള്ളവരുടെ കയ്യിലോ വേറെ ആരുടെയും കയ്യിലല്ല. ആ ഒരു മൈൻഡ് കൺട്രോൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നല്ല പോസിറ്റീവായിരിക്കണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കൈൻഡ് ഓഫ് ആ ഒരു വിഷമത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം തന്നെ എന്തായാലും പോസിറ്റീവ് ആവാൻ പറ്റില്ല. കാരണം എനിക്ക് അതറിയാം. ഐ ഫെൽറ്റ് ദാറ്റ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും പോസിറ്റീവ് ആവണം അങ്ങനെയൊന്നും പറ്റില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് മുന്നോട്ട് പോയിട്ട് ശരിയാക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമാവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നീട് നമ്മൾ ആലോചിക്കുക വിചാരിക്കും ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വിഷമിച്ചതെന്ന്. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ബട്ട് ദാറ്റ്സ് ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. വി വിൽ മൂവ് ഓൺ ഫ്രം ദാറ്റ്. നമ്മളുണ്ടല്ലോ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഇത് നമ്മൾ കെയർ ചെയ്യില്ല. വി വിൽ ട്രൈ ടു ഇംപ്രൂവ് അവർ സെൽവ്സ്. നമ്മുടെ ലാംഗ്വേജ്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യായിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കുകയില്ല. വി വിൽ ലേൺ ഇമോഷണൽ ഇൻ്റലിജൻസ്, അഡാപ്റ്റബിലിറ്റി നമ്മൾ പഠിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. യു വിൽ മൂവ് ഓൺ ഫ്രം ദാറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ദർ ആർ എ ലോട്ട് ഓഫ് വീക്ക്നെസ് ഇൻ യു. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു നല്ല ഇൻഡിവിജ്വൽ ആവാൻ ശ്രമിക്കുക. കംപ്ലീറ്റ്ലി ടോപ്പ് ആവാനൊന്നും പറ്റിയെന്നൊന്നും വരില്ല. ബിക്കോസ് എന്താണ്, നമുക്ക് നമ്മളെ ചിലപ്പം നേരെ ഗൈഡ് ചെയ്യാൻ ആളുണ്ടായിരിക്കില്ല. നമ്മൾ ഒറ്റയ്ക്കാവും. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. ഐ നോ ദാറ്റ്. ബട്ട് 1% നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ നോ ദാറ്റ് ഐ ഡോണ്ട് ലുക്ക് ഗുഡ് ഇൻ ദിസ് വീഡിയോ. നല്ല കോമഡി ഉണ്ട് കഴിഞ്ഞ ക്ലിപ്സൊക്കെ. ബട്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുക. എൻ്റെ എൻജോയ്മെൻറ്റ് രീതികൾ വേറെ ആയിരിക്കും. അപ്പം നിങ്ങളുടെ അത് വേറെ ആയിരിക്കും. അപ്പം നമ്മുടെ പാറ്റേൺ അനുസരിച്ച്, നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം ജസ്റ്റ് ടേക്ക് അഡ്വൈസ് ഫ്രം അതേഴ്സ്. അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ പാറ്റേൺ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. സോ നമ്മൾ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുള്ളൊരു ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഫോക്കസ് ഓൺ ദാറ്റ് ഗൈസ്, റാദർ ദാൻ ഫോക്കസിങ് ഓൺ തിങ്സ് ദാറ്റ് യു ഡോണ്ട് ഹാവ്. ഞാൻ പറഞ്ഞില്ലേ, ബി ഗ്രേറ്റ്ഫുൾ ഓൺ വാട്ട് എവർ യു ഹാവ് ടുഡേ. കാരണം നമുക്ക് ഇപ്പോൾ ഉള്ളതൊന്നും നാളെ ഉണ്ടാവാൻ പോണില്ല. ഇപ്പോൾ എനിക്കുണ്ടല്ലോ കുറേ മുടി ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പം ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, നമ്മുടെ ഭംഗിയോ നമ്മുടെ വീടോ നമ്മുടെ കൂടെ ഉള്ളവരൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല. സോ അവരുള്ളപ്പോൾ തന്നെ try to be happy and grateful for the moments. Thank you.